കത്തിച്ചു കളഞ്ഞാൽ ഗസയോ ഫലസ്തീനോ മാത്രമല്ല ഇസ്രയേലും കരിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ടെൽ അവീവിൽ തന്നെയുള്ള ടെൽ ഹഷോമർ എന്നറിയപ്പെടുന്ന മിലിറ്ററി ബേസാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. തീ അണക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സമയം വരെ തീ അണക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈനിക താവളം മാത്രമല്ല, സൈനിക താവളത്തിനകത്തുള്ള ആയുധ സ്റ്റോറേജുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയും കൂടുതൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യം എത്തിയിരിക്കുന്നത്. ഏകദേശം 8 മാസത്തോളമായി ഇസ്രയേൽ ഫലസ്തീനിലെ ഗസയിൽ യുദ്ധം ആരംഭിച്ചിട്ട്, പക്ഷേ ഈ രൂപത്തിലൊരു തിരിച്ചടി ഇസ്രയേലിന് ആദ്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട സൈറ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ബേസാണ് ഈ രൂപത്തിൽ ഇപ്പോൾ കത്തി തകർന്നുകൊണ്ടിരിക്കുന്നത്. തീ അണക്കാൻ സാധിക്കാത്ത വിധം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇസ്രയേൽ റഫേൽ ആക്രമണം ആരംഭിച്ചു. പക്ഷേ ഈ ആക്രമണം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രയേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനമായും വടക്കൻ ഗസയിൽ ഇപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് ഇസ്രയേലിന്റെ സൈനികർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ ഗസയിലെ ജബാലിയയിലാണ് ഇപ്പോൾ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ലൈവായി നമുക്ക് ലഭിക്കുന്ന വാർത്തയാണ് ഈ ഹമാസ് പറഞ്ഞിരിക്കുന്നു 7 ഇസ്രയേലിന്റെ സൈനികരെ ഞങ്ങൾ വകവരുത്തിയിരിക്കുന്നു എന്നാണ്. ധാരാളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രയേലിന്റെ 9ഓളം മെർക്കോവ ടാങ്കുകൾ തകർക്കുന്ന ചിത്രം വീഡിയോ സഹിതം ഹമാസ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ നടന്ന യുദ്ധത്തിന്റെ ഫൂട്ടേജിൽ അവർ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയ അതിശക്തമായ രൂപത്തിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം ഗസയിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തമാണ് ഗസയുടെ വടക്ക് ഭാഗത്ത് എന്ന് ഇസ്രയേൽ തന്നെ ഇപ്പോൾ സമ്മതിച്ചു. സൈനിക നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വലിയ പ്രയാസമാണ് അവിടെ സൈനികർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രയേൽ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ലെബനാനിൽ നിന്നുള്ള ശക്തമായ മിസൈൽ ആക്രമണം നടക്കുന്നു. ഈ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സൈനികർ ഒരുമിച്ച് കൂടിയ അറാക്കുകൾക്ക് നേരെയാണ് ലെബനാനിലെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. അതിൽ വളരെ പ്രധാനമായ ഒരു കാര്യം ഇന്നുണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ള US നിർമ്മിച്ചിട്ടുള്ള ഇസ്രയേൽ ഉപയോഗിക്കുന്ന ചാര ബലൂൺ ഇപ്പോൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ചാര ബലൂണിൽ ധാരാളം രഹസ്യ കാര്യങ്ങൾ ഇതിൽ ചോർത്തിയിട്ടുണ്ട്. ഇതിന്റെ ടെക്നോളജിയും അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജും എല്ലാം പരിശോധിക്കാനായി ഉടൻ തന്നെ ഇറാനിൽ എത്തുമെന്നാണ് ഇറാൻ പിന്തുണയുള്ള വാർത്താ ഏജൻസികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ രൂപത്തിലുള്ള ദുരന്തങ്ങളും തിരിച്ചടികളുമാണ് ഈ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഫേൽ ആക്രമണം നടത്തരുത് എന്ന് ലോകത്തെ പലരും മുന്നറിയിപ്പ് നൽകിയെങ്കിലും നെതന്യാഹുവിന്റെ ധിക്കാരം കൊണ്ട് അവിടെ ആക്രമണം ആരംഭിച്ചു. അവിടെ നിന്ന് 10,000-കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും റഫേലും വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ സൈനികർക്കുണ്ടാകുന്നത്. ഏതായിരുന്നാലും ഇസ്രായേലിന് ഒരിക്കലും തന്നെ സൈനിക നടപടിയിലൂടെ ഗസയെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ അവസാന നിമിഷങ്ങളിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ സൈനികപരമായും സ്ട്രാറ്റജിക്കലായിട്ടും എല്ലാം പരാജയത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകതലങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു, ഐക്യരാഷ്ട്രസഭയിൽ ഒറ്റപ്പെടുന്നു, രാഷ്ട്രീയപരമായി എല്ലാ പിന്തുണയും ഇസ്രായേൽ നഷ്ടപ്പെടുന്നു. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. യൂറോപ്പും അമേരിക്കയും കൈവിടുന്ന സാഹചര്യമുണ്ട്. അമേരിക്കൻ ഭരണകൂടം ശക്തമായ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഈ അണികൾ എല്ലാവരും ഈ രൂപത്തിൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിന് നയങ്ങളിൽ പുനഃപരിശോധന ആവശ്യമായി വരും. ഏതായിരുന്നാലും ഇപ്പോൾ വലിയ ദുരന്തങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ പക്വതയില്ലാത്ത സൈനിക നടപടികൾ സാധാരണക്കാർക്കെതിരെ, സിവിലിയന്മാർക്കെതിരെ, അതുപോലെ അവർക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ അടച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായ നീക്കങ്ങൾ മുഖേന ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ദുരന്തം തന്നെയാണ്. 8 മാസം പിന്നിടുമ്പോൾ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ശക്തമായ പ്രഹരമാണ് ഇസ്രായേലിന് വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ലക്ഷ്യം നേടാൻ കഴിയില്ല എന്ന സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എവിടെയാവട്ടെ 1ാം ക്ലാസ് മുതൽ +2 വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് ത്വയ്ബ അക്കാദമി. ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ 1-to-1 ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് ത്വയ്ബ അക്കാദമി. പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.